ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യമ്മ എല്ലാവരെയും നിർബന്ധിച്ചിരുത്തി ഭക്ഷണം വിളമ്പി കൊടുക്കണേ. ഇത് കാണുമ്പോ രാഘവന്മാര് വിചാരിക്കും ഇവളെന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുള്ള കാണിക്കലാണോ ഇത്. വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോഴേക്കും വിഷ്ണു അങ്ങോട്ട് വരും. രാഘവേട്ട കഴിക്കേ. വിഷ്ണുവിനെ കാണുമ്പോ പൊന്നി എഴുന്നേൽക്കും. ബാമ പറയും, വിഷ്ണു വന്നല്ലോ, നീ അങ്ങോട്ട് എഴുന്നേൽക്കുന്നത്, അവിടെ ഇരിക്കടി. ഇരിക്കാൻ. അപ്പൊ പൊന്നി അവിടെ ഇരിക്കും. വിഷ്ണുവിനോട് പറയും, വിഷ്ണു നീ അവിടെ ഇരിക്കേ. വിഷ്ണു പറയും, എനിക്ക് വേണ്ടമ്മേ, വിശപ്പില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാവരും കഴിച്ചിരിക്കണം. രാഘവേട്ടൻ പറയും, ഭാമേന്ന് അടുക്കളയിലെ പൊന്നിയെ പോലും കയറ്റിയിട്ടില്ല. കണ്ടില്ലേ, പിള്ളയോടും പൊന്നിയോടും ഒപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരെയും പിടിച്ചിരുത്തിരിക്കുക. കണ്ടില്ലേതാ, ഇന്ന് സ്പെഷ്യലേ ഉള്ളൂ. ഈ വീട്ടിൽ നിന്ന് എപ്പോ ഇറങ്ങണമെന്ന് അറിയാത്തത് കൊണ്ട് അവളിപ്പോ ഉത്തമ ഭാര്യയായിട്ട് അടുക്കളയിൽ കയറി ജീവിക്കുക. വിഷ്ണുവിന് വലിയ സങ്കടമാവുന്നുണ്ട്. ഭാമരം രാഘവേട്ടനൊന്നും മിണ്ടാതിരുന്നേ. വിഷ്ണു നീ ഇരിക്കേ. വിഷ്ണു ഇരിക്കാണ്ട് നിൽക്കുമ്പോ ഇരിക്കും മോനെ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുവാടെ. വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടുപറ്റും നീ കഴിച്ചാൽ പറ്റുമോ. എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇനി ഇത് സാധിക്കും തോന്നുന്നില്ല. അതുകൊണ്ടാ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാന്ന് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേർക്ക് അന്നം കൊടുത്തിട്ടുള്ള വീടായത്. ഒരു കാലത്ത് ഇവിടെ ആരെങ്കിലുമൊക്കെ ഉച്ചഭക്ഷണത്തിന് തേടി വരികയും ചെയ്യായിരുന്നു. സത്യഭാമയുടെ അടുത്ത് ചെന്നാല് വയറു നിറയും, ആഹാരം കിട്ടുന്നൊക്കെ പൊതുവേ ഒരു സംസാരം ഉണ്ടായിരുന്നു. അത്താഴ ഭക്ഷണിക്കാരുണ്ടോന്ന് ചോദിച്ച രാത്രി വാതിൽ പോലും അടച്ചോണ്ടിരുന്നത്. എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അത് 2-3 പേർക്ക് കൂടുതൽ ഉണ്ടാക്കായിരുന്നു. ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കി കളയുന്നു എന്ന് പറഞ്ഞ് രാഘവേട്ടൻ എന്നെ എപ്പോഴും വഴക്കു പറയായിരുന്നു. പക്ഷെ ചില നേരത്ത് കൈക്കുഞ്ഞുങ്ങളെ കൂട്ടി അമ്മമാര് ഓടി വരും വിശന്നിട്ട്. ഇപ്പൊ രാഘവേട്ടനത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഒരിക്കലൊരു ഗർഭിണി വന്നു. 2 ദിവസമായത്രേ അരിയാഹാരം കഴിച്ചിട്ട്. അങ്ങനെ വയറ് നിറയെ ഭക്ഷണവും പ്രസവത്തിനുള്ള പൈസയും കൊടുത്തിട്ടാ ഞാൻ ഇവിടുന്ന് വിട്ടത്. ഇത് ഞാനിപ്പോ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാലേ, ഇനി അങ്ങനെ ആരെങ്കിലും ഒക്കെ തിരക്കി വന്നാലേ കൊടുക്കാൻ നമ്മളുമില്ല, കൊടുത്തിരുന്ന വീടുമില്ല എന്നൊക്കെ ഇപ്പൊ കരഞ്ഞോണ്ടാ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോ എല്ലാവരും ഭാമയുടെ മുഖത്തേക്ക് നോക്കി കഴിക്കാണ്ടിരിക്കും. അല്ല, ഇതെന്താ ആരും ഒന്നും കഴിക്കാത്തത്? ഞാൻ ഇതിനകത്ത് വിഷമൊന്നും കലർത്തിയിട്ടില്ല, അതുകൊണ്ട് എല്ലാവർക്കും തലധൈര്യമായിട്ട് കഴിക്കാം. അല്ല, ഇനി ഞാൻ നിങ്ങളോട് ഒപ്പം ഇരുന്ന് കഴിക്കണോ? എങ്കിൽ ഞാനും ഇരിക്കാം എന്നൊക്കെ ഇങ്ങനെ കണ്ണുനീര് പുറത്ത് കാണിക്കാൻ ശ്രമിക്കാതെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും കരഞ്ഞു പോകുന്നുണ്ട് ഭാമ. അപ്പോഴും കരഞ്ഞോണ്ട് പറയും, ഇവിടുന്ന് ഇറങ്ങുന്നതില് സങ്കടം ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല, നല്ല സങ്കടമുണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കാം. പക്ഷെ ഞാൻ കരയൊന്നുമില്ല. അങ്ങനെ സത്യമേ ആരും കരയ്ക്കാൻ നോക്കൊന്നും വേണ്ട, ജീവിക്കും അല്ലാതെ മരിക്കൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണേ. കണ്ണീര് പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നിറ കണ്ണുകളോടെ ഭാമയെ നോക്കുക. രാഘവേട്ടൻ പറയും, ഭാമേ, എന്റെ ഈ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞതും അങ്ങനെ തന്നെയാ. ഇനി ഇതൊന്നും ഇല്ലാതെ സാധാരണക്കാരനായിട്ട് ജീവിക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ ജീവിച്ചല്ലേ പറ്റൂ. ദൈവനിശ്ചയം അതാണെങ്കിൽ 2 കൈ നീട്ടി നമുക്കത് സ്വീകരിക്കാം. കഴിക്കടാ. വിഷ്ണുവും കരഞ്ഞോണ്ടാ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നത്. പിള്ളയും പുണ്യം കഴിക്കാണ്ടിരിക്കുമ്പോ രാഘവേട്ടനും ഭാമയും നിർബന്ധിക്കുക, നിങ്ങൾ കഴിക്കേ, ഞാനല്ലേ വിളമ്പി തന്നത്. പൊന്നിയോടും പറയും, നീയും കഴിക്കേ. അങ്ങനെ എല്ലാവരും ഇപ്പോ കരഞ്ഞുകൊണ്ട് അടക്കി പിടിച്ചുകൊണ്ടാ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ അവരവിടെ ഭക്ഷണം കഴിക്കണേ. ഇതേ സമയം സുസ്മിതയുടെ വീട്ടിലെ രോഹിത് വീണ്ടും ഇപ്പോ മദ്യം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. ആ ബോട്ടിൽ തീർക്കുമ്പോ സുസ്മിത അങ്ങോട്ട് വരും. ബെസ്റ്റ്, ആ ബോട്ടിലും തീർത്തോ. രോഹിത്തെ, നീ ഇങ്ങനെ കുടിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലേ അടുത്ത അമാവാസി വരെ നീ കാണും തോന്നില്ല. കറുത്തവാവിനെ വീട്ടുകാരാരെങ്കിലും നിനക്ക് വേണ്ടി ബലിയിടേണ്ടി വരും. രോഹിത് പറയും, ആര് ബലിയിടാൻ? സ്വന്തമായി ആരുമില്ലാത്തവനെ മറ്റുള്ളവര് ബലിയിട്ട് കഴിഞ്ഞാൽ കട്ടു തിന്നാനാ യോഗം. മക്കളില്ല, ഭാര്യയില്ല, ബന്ധുക്കൾ ആരുമില്ല. ഞാൻ ചത്താലേ നെഞ്ചിടിച്ച് കറിയാനേ ഒരാളുമില്ല. അങ്ങനെ ഒരുത്തൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ വേസ്റ്റ് എന്ന് പറഞ്ഞ് വീണ്ടും മദ്യം കുടിക്കുമ്പോ സുസ്മിത അവിടെ വന്നിരിക്കും. രോഹിത്തെ, നിനക്ക് ആരുമില്ലെന്ന് നീ സ്വയം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ആളും അർത്ഥവും വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിന്റെ ജീവിതത്തിലേക്ക് ആള് വരും. നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിന് താങ്ങും തണലും ആവുന്ന നല്ല പെൺകുട്ടികളെ അവരെയും കിട്ടി നല്ല അന്തസ്സായി ജീവിച്ച് ശ്യാമയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുക്ക്. അതല്ലാതെ മനസ്സും തളർന്ന് കുറെ കള്ളു വലിച്ചു കുടിച്ച് ജീവിതം കുടിച്ചു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലേ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ സംഭവിക്കും. കാക്കയ്ക്ക് ചോറ് വെക്കാൻ ഒരാളും കാണില്ല. എന്താ, മറ്റൊരു പെണ്ണിനെ ശ്യാമയുടെ സ്ഥാനത്തേക്ക് ഒരാളെ നോക്കിയാലോ? അതിൽ രോഹിത് എഴുന്നേറ്റിട്ട് പറയും, അപ്പൊ പിന്നെ എന്റെ മോളോ? എനിക്ക് എന്റെ മോളെ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല. ഇത് കേൾക്കുന്ന സുസ്മിത ഞെട്ടിപ്പോവും. എന്റെ ചോരയല്ലായിരിക്കാം, പക്ഷേ എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് അവളാ. എനിക്ക് അങ്ങനെ എന്റെ മോളെ എന്നിൽ നിന്ന് തള്ളിക്കളയാനൊന്നും പറ്റില്ല. എനിക്ക് എന്റെ പപ്പിയെ വേണം. അതിൽ സുസ്മിത പറയും, രോഹിത്തെ, നീ നന്നാവില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവരാ കൊച്ചിനെ വിട്ടുതരുവോ? വിഷ്ണുവിന്റെ മോളാണെന്ന് വിഷ്ണു മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നീ എന്ന ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ അവർ അംഗീകരിക്കുവോ? പപ്പി രഹസ്യം അറിയാത്തത് കൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ അവള് നിന്നെ അംഗീകരിക്കും തോന്നുന്നുണ്ടോ? രോഹിത് പറയും, ഇല്ല, എന്റെ മോൾ എന്നെ ഒരിക്കലും തള്ളി പറയില്ല. അവൾക്കേ ഈ ഞാനെന്ന് വെച്ച ജീവനാ. എന്റെ മോളെ ഞാൻ ഒരിക്കലും തള്ളി പറയില്ല. എനിക്ക് അവളെ വേണം.
അവളില്ലാതെ എനിക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. സുസ്മിത ഇതൊക്കെ കേട്ടി ഇങ്ങനെ ഞെട്ടി നിൽക്കുക. രോഹിത് പറയും എനിക്ക് എന്റെ മോളെ കാണണം എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ രോഹിതേ നീ എങ്ങോട്ടാ എന്ന് പറഞ്ഞു സുസ്മിത പിടിച്ചു വെക്കും. ഞാൻ എന്റെ മോളുടെ അടുത്തേക്ക് പോവാ, എനിക്കിപ്പൊ അവളെ കാണണം എന്ന് പറഞ്ഞ് രോഹിത് പോകാൻ തുടങ്ങുമ്പോ അങ്ങോട്ട് നിക്ക് എന്ന് പറഞ്ഞ് സുസ്മിത പിടിച്ചു കഴിച്ച് അപ്പുറത്തേക്ക് ഇടും. അതിന് നിന്നെ അവിടെ ആരെങ്കിലും കേറ്റുവോ? രോഹിത് പറയും കേറ്റില്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണാമല്ലോ, അതിനാരുടെയും സമ്മതമൊന്നും വേണ്ടല്ലോ എന്നും പറഞ്ഞു പോകുമ്പോഴും സുസ്മിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിക്ക് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കും. നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങള് വാക്കാല പറഞ്ഞിട്ടുണ്ട്, എല്ലാം നിന്നെ മുന്നിൽ കണ്ടുകൊണ്ടാ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അത് നീയായിട്ട് തടസ്സപ്പെടുത്തരുത്. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് ചന്ദ്രബോസും ഉഭയചന്ദ്രനും കൂടെ വരും. അപ്പോഴായിരിക്കും രോഹിത് അവിടെ എനിക്ക് എന്റെ മോളെ കാണണം എന്ന് പറഞ്ഞ കാണണം എന്ന് പറഞ്ഞിട്ട് പോകുകയാണ്. അപ്പോഴേക്കും ബോസ് കയറി വന്ന് രോഹിത്തിനെ പിടിച്ചൊരൊറ്റ ഒന്ത് വെച്ചു കൊടുക്കും. രോഹിത് സോഫയിലേക്ക് വീഴും. രോഹിത് പറയും എന്നെ തടയരുത്, ഞാൻ പോകുന്നു പറഞ്ഞാൽ പോകും. ബോസ് പറയും എങ്ങോട്ടാടാ, നീ ഒരിടത്തേക്കും പോകുന്നില്ല, ഇവിടെ ഇവിടെ നിക്കുന്നീ. രോഹിത് എഴുന്നേറ്റ് പറയും എന്നെ തടയരുത്. ബോസ് പറയും നിന്നെ തടയുന്നത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാടാ. രോഹിത് പറയും ആ രക്ഷയൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ വേണ്ടെന്നോ എന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ പിടിച്ചു വലിച്ച് ആ തൂണിന്റെ മുകളില് രോഹിത്തിനെ പിടിച്ചമർത്തി കഴുത്തിന് പിടിക്കുക. ഞങ്ങളുടെ രക്ഷ നിനക്കിപ്പോ വേണ്ടെന്നോ? ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തത് ഞങ്ങളാണെങ്കിൽ നിന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാക്കി കൂടി ചെയ്യാൻ ഞങ്ങൾക്കറിയാം, അത് ചെയ്യുകയും ചെയ്യും. തടയാൻ വന്നാ ഞങ്ങളുടെ മറ്റൊരു മുഖമായിരിക്കും നീ കാണുക, മനസ്സിലായോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോ രോഹിത്തിന് നല്ല ദേഷ്യമുണ്ട്. അപ്പോഴേക്കും ബോസ് ഉപേന്ദ്ര അവിടെടോ എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റുക. താൻ അവിടെ പോയിരുന്നേ. രോഹിത്തെ നിനക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ പെടാപ്പാട് മുഴുവൻ ചെയ്യുന്നത്, അനാഥനാണെന്ന് നീ കൂടെ കൂടെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് മാത്ര നിന്നെ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാവുന്നത് തന്നെ. എടാ ഞങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നീ മനസ്സ് കാണിച്ചാൽ സത്യഭാമയുടെ വീടുണ്ടല്ലോ അത് നിനക്കായിട്ട് അങ്ങ് തരും, അതിന്റെ താക്കോൽ എടുത്ത് ഊരി നിന്റെ കയ്യിൽ വെച്ച് തരും ഞങ്ങള്. രോഹിത് ഇങ്ങനെ നോക്കും. സുസ്മിത പറയും ചിറ്റപ്പാ എന്ന് പറഞ്ഞ് മാറി നിർത്തുക. എന്നിട്ട് സുസ്മിത അടുത്തേക്ക് ചെന്നിട്ട് അതെ രോഹിത്തെ, ഇത്രയും കാലം സത്യഭാമ മഹാറാണിയെ പോലെ ഭരിച്ചിരുന്ന ആ വീട്ടിൽ ഇനി മുതൽ ഒരു രാജാവ് വരാൻ പോകുന്നു. രാഘവന്മാരിരുന്ന കസേരയിൽ പുതിയൊരു രാജാവിരിക്കും. ആ രാജാവ് വേറെ ആരുമല്ല, നീയാണ് നീ. പക്ഷെ പ്ലാനുകൾ വിജയിക്കണമെങ്കിൽ ശാലിനിയെ ഒന്ന് അടക്കി നിർത്തണം. അതുവരെ നീ ഇവിടെ തന്നെ കാണണം രോഹിത്തെ. അതിലെ രോഹിത് ഒന്നും പറയാതെ സമ്മതം എന്നുള്ള അർത്ഥത്തില് അകത്തേക്ക് കയറി പോവാണ്. പോയി കഴിഞ്ഞാൽ സുസ്മിത പറയും അവനെ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റും, പക്ഷെ ശാലിനി അവളാണ് പ്രശ്നം. ഉപേന്ദ്രൻ പറയും വിഷ്ണുവിനെ അങ്ങ് തട്ടിക്കളയാന്ന് പറഞ്ഞാലേ അവൾ അടങ്ങുമോ? സുസ്മിത പറയും തീയിൽ കുരുത്തതാ അവനും അവളും, ഭീഷണിയിലൊന്നും വീഴില്ല, ഒന്നെങ്കിൽ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ചു നാള് ജില്ലാ കളക്ടറുടെ കസേരയില് അവൾ ഇരിക്കരുത്. ബോസ് പറയും നോക്കട്ടെ അതിനെന്ത് ചെയ്യാൻ പറ്റും നോക്കാം. സുസ്മിത പറയും ചിറ്റപ്പൻ നോക്കിയാലേ കാര്യങ്ങൾ നടക്കും, ചിറ്റപ്പന്റെ കാര്യങ്ങൾ നടത്തുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. ബോസ് പറയും എങ്കിലേ ഒരു വഴിയുണ്ട്, വളഞ്ഞ വഴിയാ. ഉപേന്ദ്രൻ പറയും വളഞ്ഞതായാലും ചെരിഞ്ഞതായാലും അവൾ ഒടിയണം, എന്നേക്കുമായി ഒടിഞ്ഞു കുത്തി വീഴണം. അപ്പൊ സുസ്മിത പറയും പാളരുത്, പാളിയാ പണി പാളും, അത്രയ്ക്ക് തന്ത്രപരമായിട്ട് വേണം കാര്യങ്ങൾ നീക്കാൻ. ബോസ് പറയും ഇത് പോലീസ് ബുദ്ധിയാണ് മോളെ, ഇത് പാളില്ല. ശാലിനി വീണിരിക്കും, അതിന് എന്റെ ഈ ചിറ്റപ്പന്റെ ബുദ്ധി തന്നെയാടി ഗ്യാരണ്ടി. കൽപ്പിച്ചുറപ്പിച്ചോ, കണക്ക് കൂട്ടി തീർപ്പ് കൽപ്പിച്ചോ. കളക്ടർക്കുള്ള പണി അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു, ഇനി ശംഖുവിളി മുഴക്കേണ്ടേ ഉള്ളൂ. ഇനി അവൾ ഈ ഭൂമിയിൽ വേണ്ട എന്ന് പറഞ്ഞ് ശാലിനിയെ അപായപ്പെടുത്താനുള്ള എന്തൊക്കെയോ പദ്ധതികള് ബോസ് ഇങ്ങനെ ആലോചിക്കണേ. എന്തോ ശാലിനിയെ പിടിച്ച് ഉന്തുന്നു, കഴുത്തിന് പിടിക്കുന്നൊക്കെ ഭാഗം കാണിക്കുന്നുണ്ട്. ഒരു കാട്ടിന്റെ ഉള്ളിലോ മറ്റാണ്. അങ്ങനെ ശാലിനിയെ അപായപ്പെടുത്താനുള്ള പദ്ധതികൾ ആലോചനയുമായിട്ട് ഇരിക്കുകയാണ് അവര്. പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസമാണ്. ശാരദാമ്മയുടെ വീട്ടില് സത്യ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിട്ടുണ്ട്, എന്നാ അവിടെ ഇരുന്ന് ഹോംവർക്കോ മറ്റോ ചെയ്യണേ. അപ്പോഴായിരിക്കും ശാലിനി ധൃതിയിൽ വരുന്നത്. എന്താ സത്യത, ഇതൊക്കെ ഇന്നലെ തീർത്ത് വെക്കേണ്ടതല്ലേ? അമ്മയ്ക്ക് ഇന്ന് സ്കൂളിൽ വിട്ടിട്ടല്ലേ ഓഫീസിൽ പോകാൻ പറ്റൂ, നീ എന്താ മനസ്സിലാക്കാത്തത്? സത്യ പറയും അമ്മ ഇത് ഇന്നലെ പറഞ്ഞതല്ല, ഇന്ന് രാവിലെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടതാ. ശാരദാമ്മ അപ്പോഴേക്ക് വരും. ഇങ്ങനെയൊക്കെ ടീച്ചർമാര് ചെയ്താലേ എന്താ ചെയ്യല്ലേ, എന്റെ കൊച്ചിനിട്ടൊന്ന് ബുദ്ധിമുട്ടിക്കാന്നേ. ശാലിനി പറയും ആര് പറഞ്ഞു, ടീച്ചർമാരൊക്കെ പറയുന്നതേ ഇവളെ അവരെയൊക്കെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നേന്നാ. സത്യമാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. ശാലിനി പറയും കണ്ടില്ലേ ഇപ്പൊ തന്നെ എന്റെ എത്ര സമയം അവള് കളഞ്ഞത്. സത്യ പറയും ഈ അമ്മയുടെ ഒരു കാര്യം, ഒന്നില്ലെങ്കിലും സ്വന്തം മോളുടെ പഠിത്ത കാര്യത്തിന് വേണ്ടിയല്ലേ, അമ്മയെ പോലെ ഒരു നല്ലൊരു ജോലി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ ഞാനും ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, അതെന്താ അമ്മ മനസ്സിലാക്കാത്തത്? ശാലിനി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കാ. ശാരദ പറയും എന്റെ ശാലിനി നീ കൊച്ചിന്റെ കഷ്ടപ്പാടൊന്ന് മനസ്സിലാക്കടി. ശാലിനി പറയും അമ്മ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ, ഇത് ഈ ഹോംവർക്ക് ചെയ്യുന്നത് വരെ എന്നെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ഇവളുടെ അടവാ. ശാരദാമ്മ ഇങ്ങനെ ചിരിക്കും. ഇത് സംസാരിക്കുമ്പോ കാണിക്കുന്ന ഈ മിടുക്കെ പഠിത്ത കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിലേ ഇവള് ക്ലാസ്സിൽ ഫസ്റ്റ് ആയനെ. സത്യ പറയും അപ്പൊ അമ്മ അത് അറിഞ്ഞില്ലേ, ഞാനിപ്പോ ക്ലാസ്സിൽ ഫസ്റ്റാ. ശാരദാമ്മ പറയും ശരി ശരി പെട്ടെന്ന് എഴുതി തീർക്ക്, ഇനി താമസിക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് പോണം, വേഗം എഴുതിക്കോ. ശാലിനി പറയും പിന്നെ അമ്മേ ഞാനൊരു കാര്യം പറയാൻ മറന്നു, അമ്മ ഇന്ന് ക്ഷേത്രത്തിൽ പോയി വിഷ്ണുവേട്ടന് ഒരു വഴിപാട് കഴിപ്പിക്കണം. ശാരദാമ്മയ്ക്കും എന്താ ഇന്നെന്താ പ്രത്യേകത? ശാലിനി പറയും അമ്മേ ഇന്നു മുതലാ വിഷ്ണുവേട്ടൻ പുതിയ ജോലിക്ക് കയറുന്നത്, ആദ്യ ദിവസല്ലേ. എനിക്കാണെങ്കില് വിഷ്ണുവേട്ടൻ ഈ ജോലിക്ക് പോകുന്നതിനോട്
ഒരു താല്പര്യമില്ല. കാരണം അതിന് മാത്രം റിസ്ക് ഉള്ള പണിയാ. അപ്പോഴേക്ക് സത്യം എല്ലാം എടുത്ത് ബാഗിൽ വെക്കും. അതെ, ഇപ്പൊ ഇത്രയും സമയം എന്നെ പറഞ്ഞിട്ട് അമ്മയും മോളും ഇപ്പൊ സംസാരിച്ചോണ്ട് നിൽക്കാണോ? ഇപ്പൊ സമയമൊന്നും പോകുന്നില്ല അല്ലേ? ശാലിനി പറയും, കണ്ടില്ലേ ഇതാ അവസ്ഥ. ശാരദ പറയും, നിന്റെ അല്ലേ മോള്? അപ്പോഴേക്ക് സത്യ ബാഗൊക്കെ എടുക്കും. ശാലിനി പറയും, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മ. പിന്നെ അമ്മേ, വഴിപാട് ഞാൻ കഴിപ്പിച്ചോളാം, നീ പൊക്കോ. സത്യം മുന്നിൽ 2 അടി നടന്നിട്ട് പറയും, ഒന്ന് വേഗം വന്നേ അമ്മേ, ഇങ്ങനെ വൈകിക്കല്ലേ. ഇതിപ്പോ ശാലിനി വൈകിയ പോലെ സംസാരിക്കുന്നത്. ശാലിനി പറയും, ദാ വരുന്നു. അങ്ങനെ ശാരദാമ്മനെ വീണ്ടും വഴിപാടിന്റെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ശാലിനി അവിടുന്ന് പോവാണ്. ശാരദാമ്മ പ്രാർത്ഥിക്കാണ്, എന്റെ ദേവി ഈ ജോലിയിലൂടെ എന്റെ മോന്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കണേ. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു അവിടെ ലോറിയുടെ ഉടമസ്ഥന്റെ അടുത്ത് എത്തിയിരിക്കണേ. അങ്ങേര് പറയും, വിഷ്ണു, ലോറികളെല്ലാം എനിക്ക് എന്റെ മക്കളെ പോലെയാ, കമലനും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അങ്ങേര് പറയും, മക്കളെ കൊണ്ട് ജോലി എടുത്ത് ജീവിക്കുന്നൊരു വാപ്പ, ഞാനിപ്പതാ എന്റെ ഒരു മകനെ നിന്നെ ഏൽപ്പിക്കുക, കാത്തു സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞ് ആ വണ്ടിയുടെ താക്കോല് കൊടുക്കും. വിഷ്ണു ആക്കി 2 കൈ നീട്ടി സ്വീകരിക്കുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്നിട്ട് പറയും, സുബൈർക്കയുടെ ഈ മകനെ ഞാൻ എന്റെ സ്വന്തം മകനെ പോലെ നോക്കിക്കോളാം. ഇനി ഇവൻ എന്നും എന്റെ മകൻ തന്നെയാ. സുബൈർക്ക പറയും, പല സ്ഥലത്തുനിന്നും പല സാധനങ്ങൾ എടുക്കേണ്ടി വരും, ചിലപ്പോ വീട്ടു സാധനങ്ങൾ വരെ എടുക്കേണ്ടി വരും. ഇന്നിപ്പോ വെട്ടിയിട്ട മരങ്ങൾ, അതായത് തടിയെടുക്കേണ്ട പണിയാ, അതെടുത്തു കഴിയുമ്പോ ഞാൻ വിളിക്കാം. വരുന്ന ഓരോ പണിക്കനുസരിച്ച് ഓടേണ്ടി വരും. ഓട്ടത്തിനനുസരിച്ചുള്ള കൂലി ശമ്പളത്തിൽ അപ്പൊ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിഷ്ണു പറയും, ഞാൻ നന്നായി വരണമെങ്കില് ഇക്കയുടെ അനുഗ്രഹം മാത്രം ഉണ്ടായാൽ മതി. കമലനോട് പറയും, എന്നാ പോവാടാ. കമലൻ പറയും, ഞാൻ എപ്പോഴേ റെഡി ആശാനെ, എന്നാ പോയിട്ട് വരാം ഇക്ക. അപ്പോ സുബൈർക്ക നന്നായി വരും എന്ന് പറഞ്ഞൊരു ഷെയ്ക്കാൻ്റെ കൊടുക്ക. കമലനോട് പറയും, കയറടാ. കമലൻ പറയും, എപ്പ കയറിയെന്ന് ചോദിച്ചാ പോരെ. അങ്ങനെ വിഷ്ണു തന്റെ കന്നിയോട്ടം ആരംഭിക്കാനായിട്ട് വാഹനത്തിൽ കയറിയിരിക്കുകയാണേ, കൂടെ കമലനും. അങ്ങനെ വണ്ടിയൊക്കെ ഓട്ടാനായി സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് തുടങ്ങുമ്പോഴേക്കും കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരും. നിർത്ത്, എവിടെ പോവാ? അപ്പോ സുബൈർക്ക പറയും, തങ്കച്ച, ആ ചെക്കൻ ആദ്യമായിട്ട് ഒരു ഓട്ടം കിട്ടിയതാ, വെറുതെ സീനാക്കണോ? നിങ്ങൾ സീൻ ഉണ്ടാക്കാനുള്ള വകുപ്പ് മുഴുവൻ ഒപ്പിച്ചിട്ട് അത് ഉണ്ടാക്കരുതെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാ? ഇതൊക്കെ ഇങ്ങനെ വിഷ്ണു കേൾക്കുന്നുണ്ടേ. വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കാണേ. വിഷ്ണു അല്പം ചൂടനാണല്ലോ, എന്നാ ഇപ്പൊ പ്രതികരിക്കുന്നൊന്നുമില്ല. കമലിനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവര് പറയും, യൂണിയൻ അംഗീകരിച്ചിട്ട് ഡ്രൈവറെ വെക്കേണ്ട വണ്ടിയായത്, അയാള് ലീവില് പോയിരിക്കാന്ന് പറഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് മറ്റൊരുത്തനെ നിയമിക്കുന്നത് ശരിയല്ല. അവൻ രേഖാമൂലം ഇതിനി വരില്ല എന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഈ കാണിക്കുന്നത് യൂണിയന്റെ ശക്തി ഇല്ലാതാക്കി കാണിക്കുന്നത് പോലെയാ. ഇതിവിടെ നടക്കില്ല. സുബൈർക്ക പറയും, എന്റെ തങ്കച്ച, അവൻ പോയിട്ട് 1 മാസം കഴിഞ്ഞു, വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനേ ഞാൻ വിളിച്ച വിളികൾക്കൊന്നും അവൻ തക്കതായ മറുപടിയും തന്നില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യും? എനിക്കെന്റെ പണി നടക്കണ്ടേ? അപ്പോ അയാള് വിഷ്ണുവിനെയും കമലനെയും നോക്കും. എന്നിട്ട് പറയും, അതിന് ആദ്യം ചർച്ച നടത്തേണ്ടത് ഞാനുമായിട്ടാ. യൂണിയനിലെ മെമ്പർഷിപ്പ് ഉള്ള ഒരു ആളുടെ ഒഴിവ് മറ്റൊരു മെമ്പർഷിപ്പ് ഉള്ള ഡ്രൈവറെ കൊണ്ട് നികത്താൻ യൂണിയൻ അറിയാം. ഇങ്ങനെയൊക്കെ പറയുമ്പോ വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കാനേ. ആരോ ഇയാളെ എരിവിരി കയറ്റി വിട്ടതാണോ എന്നുള്ള സംശയത്തില് വിഷ്ണു അവരെ നോക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്